ജയാസ് വെറൈറ്റി വ്ലോഗ്സിലോട്ട് ഏവർക്കും സ്വാഗതം. ഇന്ന് എൻ്റെ തലമുടിയൊക്കെ ഇങ്ങനെ ഇട്ട് വെച്ചേക്കുന്ന മുടി സംരക്ഷണം ചെയ്തതിന് ശേഷമാണ് കേട്ടോ യാത്ര കഴിഞ്ഞ് പോയി വന്നതാണ്. ഇന്ന് ഞങ്ങൾ രാവിലെ ബാണാവള്ളി യാത്ര പോവാണ്. ബാണാവള്ളി യാത്ര പോകുമ്പോൾ നമ്മുടെ മുടി സംരക്ഷണം എങ്ങനെ ചെയ്യണം, യാത്ര കഴിഞ്ഞ് വന്നിട്ട് മുടി സംരക്ഷണം എങ്ങനെ ചെയ്യണം എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ. കൂടാതെ ഇന്ന് ഞാൻ പോയ വഴിക്കുള്ള കാഴ്ചകളും എല്ലാം ഉൾപ്പെടുത്തിയിട്ടുള്ളതാണ് ഇന്നത്തെ വീഡിയോ. ഏറ്റവും മെയിൻ ഇതാണ്. അപ്പം എല്ലാം ഉണ്ട് കേട്ടോ. പോയ വഴി കാണിക്കുന്നുണ്ട്. ഗ്രാമങ്ങൾ, ബാണാവള്ളി എന്ന കൊച്ചു ഗ്രാമം ശരിക്കും അല്ലേ. അപ്പം ഇന്നത്തെ വീഡിയോ എല്ലാവരും കണ്ടു നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമന്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. എല്ലാവരും എൻ്റെ ചാനലിനെ സപ്പോർട്ട് ചെയ്യണം. അപ്പം നമുക്ക് വീഡിയോയിലോട്ടങ്ങ് പോയേക്കാം. അപ്പൊ രാവിലെ കുളിയെല്ലാം കഴിഞ്ഞ് ബ്രേക്ക്ഫാസ്റ്റിന് ഇഡലി സാമ്പാറും കേട്ടോ. രാവിലെ തന്നെ എല്ലാം വെച്ച്, കാരണം എന്നാന്ന് വെച്ചാൽ ഞങ്ങൾ ഇന്ന് ബാണാവള്ളി വരെ പോവാണ്. അപ്പം ഇന്നലെ നമ്മൾ തീയൽ വെച്ചിട്ടുണ്ടല്ലോ. പിന്നെന്തായിരുന്നു, വൈകിട്ട് ചേട്ടൻ വന്നപ്പോ കൊഴുവ കൊണ്ടുവന്നു. നല്ല വെളുത്ത കൊഴുവ, വെളുവിളാന്ന് ചില പെണ്ണുങ്ങൾ ഇരിക്കത്തില്ല, വെളുവിളാന്ന് എന്ന് പറഞ്ഞിടത്ത കൊഴുവ. അവനെ എടുത്ത് അപ്പ തന്നെ വൈകിട്ട് കഴുകി വെട്ടിട്ടാ കൊണ്ടുവന്നത്. പീരയും വെച്ചു. അപ്പൊ തീയലുണ്ട്. ഇന്ന് രാവിലെ ഞാൻ എടുത്ത മെഴുക്കോരട്ടിയും വെച്ചു. പാവയ്ക്ക് ബീൻസും കൂടെ മെഴുക്കോരട്ടിയും വെച്ചു. മതിയില്ലേ, പോരെ. പിന്നെ രാവിലെ ഇഡലിക്ക് സാമ്പാർ ഉണ്ടാക്കി. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ കഴിഞ്ഞു. അപ്പൊ ഞാൻ വിചാരിച്ചു നമ്മുടെ തീയലുണ്ടല്ലോ, അതിനകത്തുനിന്ന് കുറച്ച് തീയലും ഒഴുവപ്പില എല്ലാം കൂടെ അവനും കൂടെ കൊണ്ട് കൊടുക്കാലോ എന്ന് ഓർത്തു. അപ്പൊ ഞങ്ങൾ ചേട്ടനും കുളി കഴിഞ്ഞ് വന്നു. ഞാനും കുളിച്ചു. കുളി കഴിഞ്ഞ് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് തലമുടിയൊക്കെ ശരിയാക്കണ്ടേ. നമ്മൾ യാത്ര പോകുമ്പോൾ തലമുടി എങ്ങനെയാ ചെയ്യുന്നതെന്ന് ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പൊ നമ്മൾ യാത്രയൊക്കെ പോകുമ്പോഴത്തേക്കും നമ്മൾ എങ്ങനെയാ മുടി കെട്ടുന്നതെന്ന് ഞാൻ കാണിച്ചു തരാം കേട്ടോ. കാരണം നമ്മുടെ മുടിക്കുണ്ടല്ലോ ഒരു തരി പോലും ചെട പിടിക്കാതിരിക്കണമെങ്കിൽ നമ്മൾ ശരിക്കും പറഞ്ഞാൽ മുടിയെ സംരക്ഷിക്കണം. മുടി വളർച്ചയ്ക്ക് ഏറ്റവും അനുയോജ്യമായ ഇതാണ്. അത് എത്ര ഇതാണേലും ഉണങ്ങാത്തതാണെങ്കിലും വല്ലയിടത്തും പോകുമ്പോൾ ഞാൻ ചെടയൊക്കെ കളഞ്ഞ കേട്ടോ. അതുകൊണ്ട് ചുമ്മാ ജസ്റ്റ് ഒന്ന് ചീകി വിടുന്നത്. ശകലമൊക്കെ ചീകി വിട്ടില്ലെങ്കിൽ പിന്നെ എവിടെയെങ്കിലും പോകുമ്പോൾ പ്രാന്തിയെ പോലെ ഇരിക്കത്തില്ലേ. അതുകൊണ്ട് കുറച്ചൊക്കെ ഇങ്ങനെ ഒന്ന് ഒതുക്കി പതുക്കെ ഒന്ന് ചീകിടാം. അത് ഇങ്ങനത്തെ ചീകാവും കണ്ടോ. ഇതിനകത്ത് തരി പോലും മുടിയില്ല കണ്ടല്ലോ. എന്നിട്ട് എന്നാ ചെയ്യണ്ടേ, പൊറോട്ട ചുമ്മാ ജസ്റ്റ് നിങ്ങള് ഇങ്ങനെ അങ്ങോട്ട് കെട്ടി വെച്ചിട്ട്, അല്ലെങ്കിൽ നമ്മൾ വണ്ടിയിലൊക്കെ പോകുമ്പോഴേ ടൂ വീലറും കാറയിലാണെങ്കിൽ പിന്നെയും കുഴപ്പമില്ല. കാറയിലാണെങ്കിൽ പോലും ചേട്ടനാണ് എന്നും സ്പ്രേ അടിച്ചിരുന്നത് എവിടെയെങ്കിലും പോകുമ്പോഴേ. ഞാൻ അടിക്കാവേ ഇല്ല. ചേട്ടന്റെ ഇതല്ലേ ഉത്തരവാദിത്തമാണ് ചേട്ടന് വൃത്തിക്ക് കൊണ്ടുപോകുന്നത് അല്ലേ ഏട്ടാ. അപ്പൊ നമ്മളിങ്ങനെ വട്ടത്തിലെടുത്തിട്ട് ഈ മുടി വലിച്ചിട്ട് ഇങ്ങനെ വരുന്ന മുടിയുണ്ടല്ലോ ഇവിടെ വെച്ചിട്ട്, ഇന്ന് നമ്മൾ പച്ച ഉടുപ്പായതുകൊണ്ട് ഒരു സ്ലൈഡിനെ കിട്ടിയിട്ടുണ്ട്. തപ്പി അപ്പം ഇവനെ അങ്ങോട്ട് എടുക്കുക. കേടാ. എന്നിട്ട് ഇതില്ലേ ഇവിടെ വന്നിട്ട് കുത്തുന്നു. ജസ്റ്റ് ഇങ്ങനെ അങ്ങോട്ട് വെക്കും. കണ്ട, നനഞ്ഞതാണേലും ശരി ഞാൻ ഇങ്ങനെ കെട്ടിക്കൊണ്ട് എവിടെയും പോത്തുള്ളൂ. കാരണം നമ്മൾ എവിടെയും പോകുമ്പോൾ കുളിച്ചിട്ടല്ലേ പോകുന്നത്. പിന്നെ രാവിലെ കുളിച്ച് കുറച്ച് വൈകിട്ടാണ് പോകുന്നതെങ്കിൽ മുടിയെല്ലാം ഉണങ്ങും. എന്നിട്ട് പോവുകയാണെങ്കിൽ നമ്മുടെ മുടിക്ക് ഒരു തരി പോലും കാറ്റടിക്കുമ്പോഴത്തേക്കും, പിന്നെ ഹെൽമെറ്റും വെക്കുമല്ലോ, ഒരു തരി പോലും കെട്ടുവിടത്തില്ല. അപ്പം നമുക്ക് റെഡിയായി ഇടയ്ക്ക് വെച്ച് കാണാം. ചേട്ടൻ റെഡിയായിട്ട് വരട്ടെ. അപ്പം ഞങ്ങൾ റെഡിയായി. ഞങ്ങൾ പോയിച്ചൊക്കെ വരാം കേട്ടോ. പോയിട്ട് ഇടയ്ക്ക് വെച്ച് നോക്കാം നമുക്ക് കേട്ടോ. ഇടയ്ക്ക് വെച്ച് കാണാം. ഓക്കെ, കൊച്ചിന് എക്സാം കേട്ടോ. ലാബ് എക്സാം ആണ്. എല്ലാരും പ്രാർത്ഥിച്ചേക്കണേ. ശരി മോനെ. അമ്മേ ശരി. അപ്പോൾ ഞങ്ങൾ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. കണ്ടോ, ഞങ്ങളുടെ വീട്ടിൽ നിന്ന് ഇറങ്ങി കഴിയുമ്പോൾ ഇങ്ങനൊരു മുണ്ടാറെന്ന് പറയും കണ്ടം. കണ്ടോ, ഇത് കണ്ടു വരുന്നു.
മുണ്ട് 6 മുണ്ടാറ്. അപ്പൊ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു. നമ്മുടെ ഇവിടെ ചുങ്കത്തോട്ട് കയറുന്നതിന് മുമ്പായിട്ട് നമ്മുടെ ഈ വഴി മൊത്തം പണിയാട്ടോ. ഇതൊരു കലുങ്കായിരുന്നു, ഇവിടെ റെഡിയാക്കി ഇങ്ങനെ ആക്കി സൈഡൊക്കെ കെട്ടി ഇവിടെ ഇങ്ങോട്ട് ഇത്രയായി. നീ പണി കിടക്കുന്നേ ഉള്ളൂ, കണ്ട പണി കിടക്കുന്നേ ഉള്ളൂ. അതുകൂടാതെ ഇത് ചുങ്ക അങ്ങനെ കയറുന്നു. ഈ സൈഡ് നോക്കിക്കേ, ഈ സൈഡില് മുഴുവൻ ഇവിടെ മൊത്തം ഒരു മാള് പോലെ വരുന്നതല്ലേ. പച്ചക്കറി മാർക്കറ്റ്, പിന്നെ ഫിഷ്, മീന്, ഫ്രൂട്ട്സ് ഇതെല്ലാം അവിടെ. അപ്പം ഇവിടെ അതാണ് ഞങ്ങളുടെ ഓട്ടോക്കാരൊക്കെ ഇവിടെയാണ് കിടക്കുന്നത്. ഞങ്ങളുടെ കൊച്ചുങ്ങൾ പഠിക്കുന്ന സ്കൂളിൻ്റെ അവിടെ ഇതോട്ടോ പഠിച്ചുകൊണ്ടിരുന്ന +2 വരെ ചിന്മയ വിദ്യാലയ. ഉള്ളിലോട്ടാണ്, ചില ഉള്ളിലോട്ട് കയറിയാ കേട്ടോ, കാണത്തില്ല ഇവിടുന്ന്, ഉള്ളിലോട്ട് കയറിയാണ്. നമ്മുടെ കുമരകത്തെ പാലമാണിത് കേട്ടോ. കുമരകം ഉള്ള ഇത് കുറേയായി ഞങ്ങൾ ഈ പോക്കൊക്കെ പോകുമ്പോഴും നോക്കുമ്പോഴെല്ലാം ഒരേ ലെവലിൽ തന്നെ കിടപ്പുണ്ട്. ഒരു പണി പോലും ആയിട്ടില്ല കേട്ടോ, ഉള്ള കാര്യം പറയാം. ഞങ്ങൾ ഓരോ പ്രാവശ്യം പോകുമ്പം വിചാരിക്കും ഓരോ മാസം പോകുമ്പോൾ ഇപ്പം റെഡിയാവുമെന്ന്. പക്ഷെ ഒരനക്കവും ഇല്ല. കണ്ട ഇത്ര ആയതേ ഉള്ളൂ. ഇവിടെ ഭയങ്കര തിരക്കാണ്. നമ്മുടെ കുടവച്ചൂരല്ലേ ഇത്, കുടവച്ചൂരുള്ള ഒരു പാലം 4 വർഷമായിട്ട് പണി തീരാതെ കിടക്കുമായിരുന്നു. പക്ഷെ ഇപ്പം അതിൻ്റെ പണികൾ കഴിഞ്ഞു. അങ്ങോട്ട് പോകുമ്പം നമ്മുടെ ഈ സൈഡിൽ കൂടെ അല്ലേ, പുതിയ പാലത്തെ കൂടാണ് അങ്ങോട്ട് പോകുമ്പം ഇതാ കാണാമല്ലോ. തിരിച്ചു വരുമ്പം നമ്മൾ പഴയ സൈഡിൽ കൂടെ തന്നെ കണ്ടോ. ഇതെങ്കിലും ഇത്ര വരെ ആയി 4 വർഷമായപ്പോൾ. നോക്കിക്കേ, ഇനിയും പണി കിടക്കുവാണ്. അപ്പോൾ ഇതിലേക്കൂടെങ്കിലും അപ്പുറത്ത് കാണുന്നതാണ് പഴയ വഴി, അതിലേക്കൂടെ തിരിച്ചങ്ങനെ പോകണം. ഇത് ഇത്ര വരെ ആയെന്നുള്ളത് വലിയ കാര്യം. അങ്ങനെ നമ്മൾ നമ്മുടെ തണ്ണീർമുക്കം ബണ്ട് കയറി ഇത്തിരി പ്രാവശ്യം കാണിച്ചിട്ടുള്ളതാണ്. എന്നാലും നമ്മുടെ പുതിയ ആൾക്കാരുണ്ടല്ലോ, അവരെ കാണിക്കാൻ വേണ്ടി കേട്ടോ. ഓഹോ ഉണ്ടോ, അതൊന്ന് കിടക്കാം. സുഖമില്ല. ഇതാണ് നമ്മുടെ പുതിയ പാലം അല്ലേ. ബണ്ടിലോട്ടുള്ള വഴികളും ഈ സൈഡായിരിക്കും അല്ലേ ഈ തുറക്കുന്ന. മീൻപിടുത്തൊക്കെ തുടങ്ങി. അങ്ങനെ നമ്മുടെ വളവിൻ്റെ അവിടെ നോക്കിക്കോ ആരായിരിക്കുന്നതെന്ന് കണ്ടോ. അമ്മോ ആ ദേവൻ. കുഞ്ഞച്ചോട് കുഞ്ഞ കാണിക്കാം കേട്ടോ. ഈ കുഞ്ഞാണ് മരമുത്തശ്ശനെ കണ്ടോ നിങ്ങൾ? ഇതാണ് മരമുത്തശ്ശൻ കേട്ടോ. എത്ര വർഷങ്ങൾ കഴിഞ്ഞോ. അയ്യോ അവൻ്റെ ഒരു നിപ്പുണ്ടല്ലേ മരമുത്തശ്ശൻ്റെ. ഞങ്ങൾ വന്നപ്പോൾ ഞങ്ങളെ ആനയിക്കുക കേട്ടോ. വന്നപ്പം മുതൽ നീ എന്താടി ഇങ്ങനെ എൻ്റെ പുറകെ അടക്കും? ഓ കൊഴുവപ്പീര ഉള്ളതുകൊണ്ടായിരിക്കും കേട്ടോ. ആ ശരി ശരി, നിനക്ക് തരാം കേട്ടോ. ഞങ്ങളെ വീട്ടിലൊക്കെ വന്നായിരുന്നേ. ഇത് കണ്ടോ നമ്മുടെ ആര്യവേപ്പിൻ്റെ അല്ല. എനിക്ക് ഇവിടുന്ന് ഇച്ചിരി ആര്യവേപ്പിലൊക്കെ കൊണ്ടുപോകണേ. എന്തിനാണെന്നറിയാമല്ലോ, നമുക്ക് എല്ലാത്തിനും നല്ല കേട്ടോ. നമ്മുടെ താരന് ഒരു ചെറിയൊരു താരൻ്റെ ഒരുപോലെ തോന്നിയിട്ടുണ്ട്. അതുകൊണ്ട് ഇച്ചിരി പറിച്ചുകൊണ്ട് ഞാൻ പോകുന്നുണ്ട് കേട്ടോ. നിങ്ങൾ ഈ കടയിൽ വന്ന് എന്തെങ്കിലുമൊക്കെ സാധനം മേടിക്കും കേട്ടോ. ഇവിടെ ഒരു കൊച്ചു കടയുണ്ട് നമ്മുടെ വീടിൻ്റെ തൊട്ടടുത്ത് തന്നെ കേട്ടോ.
അപ്പം ഞങ്ങൾ മാർക്കറ്റിലൊന്ന് കയറി പൂച്ചാക്കൽ എടുത്തു. കുഞ്ഞു ചെമ്മീൻ നമ്മുടെ അവിടെ കിട്ടത്തില്ല കേട്ടോ. ഇവിടുന്ന് എപ്പോഴും ഞങ്ങൾ മേടിച്ചോണ്ടാണ് പോകുന്നത്. ചെറിയ ചെമ്മീൻ അതേ അതിൻ്റെ വലിയ ആളിരിക്കുന്നു. ഇത് കൊഞ്ചല്ലേ? ഇത് അത് കൊഞ്ചല്ലേ? അപ്പം നമ്മൾ കുഞ്ഞു ചെമ്മീനെ മേടിക്കുവാണ്. ഇതിന് എത്രയായിട്ട് കിലോയ്ക്ക്? അതെ. അപ്പം ഞങ്ങളത് ഫുള്ളായിട്ട് മേടിക്കുവാണ്. നല്ലതാണ്, നല്ല ടേസ്റ്റാണ്. അപ്പം അത് മേടിക്കട്ടെ. അപ്പം ഞങ്ങൾ ആ കുഞ്ഞു ചെമ്മീനൊക്കെ മേടിച്ചു. ഇനി ഇതാ നമ്മുടെ പച്ചക്കറി മാർക്കറ്റിലോട്ട് പോവാണ്. ഇതുണ്ട് ചേട്ടൻ്റെ സ്ഥലം വന്നപ്പോൾ ഉള്ള ഗമ നോക്കിക്കേ. ഇതുവഴി അതുവഴിയൊക്കെ നടക്കും കേട്ടോ. ഭയങ്കര ബോസാണേ. അപ്പം നമ്മളിവിടുന്ന് കുറച്ച് മാങ്ങ മേടിക്കുന്നു. ഇതാ ചെറുനാരങ്ങായി മേടിക്കുവാണേ. എടുത്തു അതും എടുക്കുന്നു. ചേട്ടൻ തിരിഞ്ഞെടുക്കുവാണ് നാരങ്ങ കേട്ടോ. നമ്മുടെ കോട്ടയത്താണെങ്കിലുണ്ടല്ലോ ഭയങ്കര വിലയാണ്. ഇവിടെ അത്രയും വിലയൊന്നുമില്ല കേട്ടോ. അവർ കേൾക്കാതെ പറയാണ്. ചിലപ്പം വില കൂട്ടിയെങ്കിലേ അതുകൊണ്ട് കേൾക്കുന്നില്ല. എടുക്കട്ടെ. അങ്ങനെ ഞങ്ങളെല്ലാം മേടിച്ചു. ദാ വണ്ടിയെ കയറുക കേട്ടോ. അപ്പം നമ്മൾ കുഞ്ഞു ചെമ്മീനും മേടിച്ചു, നാരങ്ങ മേടിച്ചു, മാങ്ങ മേടിച്ചു. ലാഭം കേട്ടോ. കോട്ടയത്ത് കൂട്ടില്ല വില, നല്ല ലാഭം. ആരും കേൾക്കണ്ട. ചിലപ്പോൾ തിരിച്ചു വിളിക്കും നമ്മളെ. ബാക്കിയും കൂടെ കൊടുക്കാൻ പറഞ്ഞു. വിലയൊക്കെ പറയാം. എത്രയായിരുന്നു കേട്ടോ നാരങ്ങയ്ക്ക്? 70 രൂപ കിലോയ്ക്ക്. ചെമ്മീനും ഒരു കിലോ 850 ഗ്രാമത്തിന് 70 രൂപ. എവിടെ കിടക്കുന്നു നമ്മുടെ കോട്ടയത്തെ വില? ശരി, ഞങ്ങൾ പോട്ടെ. രണ്ടുപേരും റെസ്റ്റ് ചെയ്യും അവിടെ. തേങ്ങയൊക്കെ പൊടിച്ച് കൂട്ടുന്നു. കരിക്ക് കുടിക്കാൻ ഇറങ്ങി കേട്ടോ. കരിക്ക് കുടിച്ചിട്ട് ഇപ്പുറത്ത് കാണിച്ചു തരാവേ. അപ്പം നമ്മൾ കരിക്ക് കുടിക്കാൻ വേണ്ടി ലക്ഷ്യമിട്ട് പോകുകയാണ്. ചേച്ചി അവിടെ കരിക്ക് ഞങ്ങളെ കണ്ടപ്പം വെട്ടാൻ വരെ തുടങ്ങിയിട്ടുണ്ട്. ഞങ്ങളെ കണ്ടോണ്ടാണോ? എന്ത് ചേച്ചി? കണ്ടപ്പോഴും എടുക്കുക ചേച്ചി കേട്ടോ കരിക്ക്. ചേച്ചി കഴിഞ്ഞ മാസം വന്നില്ല. നമ്മള് മഴയായിരുന്നു. മഴ ഞങ്ങൾ കയറിയില്ലേ. അപ്പൊ ചേച്ചി പിണക്കത്തിലാന്ന് തോന്നുന്നു കേട്ടോ. അറിഞ്ഞിട്ടില്ല, മറന്നുപോയെന്ന് തോന്നുന്നു കഴിഞ്ഞ പ്രാവശ്യം കയറിയില്ലെന്നുള്ളത്. അപ്പൊ എന്താണേലും ഞങ്ങൾ കുടിക്കട്ടെ. ഞാൻ കുടിച്ചിട്ട് അപ്പൊ നമ്മള് പാണാവള്ളിയിലൊക്കെ പോയി വന്നു. ചോറൊക്കെ ഉണ്ടു. ഊണെല്ലാം കഴിഞ്ഞു. ഞങ്ങൾ നേരത്തെ പോയി വരുന്ന 1:10 വന്നപ്പം വരുന്നത്. നമ്മുടെ ഡോഗ്സിനൊക്കെ ചോറ് കൊടുക്കണ്ടേ. അമ്മയെക്കൊണ്ടൊന്നും പറ്റത്തൊന്നുമില്ല. അമ്മയ്ക്ക് തന്നെ ഉണ്ണാൻ പാടാണ് അമ്മയുടെ കാര്യം. അപ്പൊ പിന്നെ ഡോഗ്സിന്റെ കാര്യം പറയണം. അപ്പൊ അതിനെല്ലാം കൊടുത്ത് ഞങ്ങളെല്ലാവരും അമ്മയും ഞാനും ചേട്ടനും എല്ലാം കൂടെ ചോറുണ്ടു. മോൻ പരീക്ഷയ്ക്ക് പോയി. അപ്പം ഞാൻ പറഞ്ഞില്ലായിരുന്നോ നമ്മള് മുടി അങ്ങനെ തന്നെ ഇത് കണ്ടോ. ഞാൻ അവിടെ ചെന്ന മുടി അഴിക്കത്തേ ഇല്ല. നിങ്ങൾ പറയും ഈ നനഞ്ഞ മുടിയെ കെട്ടിവെച്ചില്ലേ. പക്ഷെ ഞാൻ പണ്ട് മുതലേ ഈ മുടി സംരക്ഷണം തുടങ്ങിയ അന്ന് തൊട്ട് ഞാൻ ഇങ്ങനെയാണ് ചെയ്യുന്നത്. ഒരു കായും മുടിക്കായും ഒരു സംഭവം വരത്തില്ല. ഒരു നാറ്റം പോലും വരത്തില്ല. വന്ന ഉടനെ യാത്ര കഴിഞ്ഞ് വരുന്ന ഉടനെ ഞാൻ ചെയ്യുന്നത് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ അങ്ങോട്ട് അഴിച്ചിട്ടിട്ട് നമ്മുടെ തലമുടി ഒന്നുകൂടെ ഒന്ന് ചീകി കൊടുക്കും. ഇതിനകത്ത് ചെടയൊന്നുമില്ലല്ലോ. കാരണം നമ്മൾ കെട്ടിവെച്ച് ഒട്ടും ഇതില്ലാതാക്കിയല്ലേ. ചെറിയ രീതിയിൽ ചെട വരും. എന്നാന്നറിയാം, ഞാൻ നനഞ്ഞ മുടിയായതുകൊണ്ട് ഒത്തിരി ഇതായിട്ട് ചീകിയല്ലല്ലോ നമ്മൾ എടുക്കുന്നത്. ഇവിടുന്ന് പോകുമ്പോൾ ഇതുപോലെ തന്നെയാണ് ഞാൻ ആദ്യം തൊട്ടേ സംരക്ഷിക്കുന്നത്. പക്ഷെ മുടി പൊഴികാട്ടെ ഒന്നുമില്ല കേട്ടോ. ഒരു നാറ്റം പോലും മുടിക്ക് വരത്തില്ല. ചിലർ ഓർത്തില്ല നനഞ്ഞ മുടി കെട്ടിവെച്ചാൽ പക്ഷെ ചിലവർക്ക് നാറ്റം വരുമായിരിക്കും കേട്ടോ. നമുക്ക് യാതൊരു പ്രശ്നം അങ്ങനത്തെ ഒന്നുമില്ല. പിന്നെ ഞാനിങ്ങനെ മുടിയെ വന്നുടനെ എൻ്റെ ജോലിയെല്ലാം കഴിഞ്ഞാൽ ഞാൻ അയക്കത്തോളെ. എന്നിട്ട് ഞാൻ എന്നാ ചെയ്യുന്നതെന്നറിയാമോ? വന്നുടനെ ഈ പരിപാടിയാണ് ചെയ്യുന്നത്. ഇനി എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ നോക്കിക്കേ,
ചീകുമ്പോൾ ഒറ്റ മുടി പോകത്തില്ല, ചീപ്പ വരത്തില്ല. ഇനി ഞാൻ വന്നുടനെ ഇങ്ങനെ അങ്ങോട്ടിടും മുമ്പോട്ട്, എന്നിട്ട് ഇങ്ങനെ ചീകും. ഇപ്പം ഒരുവിധം ആ കാറ്റൊക്കെ അടിച്ച് ഉണങ്ങിയിട്ടുണ്ട് കേട്ടോ. പിന്നെ കുറച്ചുകൂടെ ഉണങ്ങാനുണ്ട്. അതിന് മുമ്പായിട്ട് ഞാൻ ഏത് യാത്ര കഴിഞ്ഞ് വന്നാലും മുടി കെട്ടിവെച്ചാലും കെട്ടിവെച്ചില്ലേലും ഞങ്ങൾ യാത്രയ്ക്ക് പോകുമ്പോൾ കെട്ടിവെച്ചാണ്ടേ പോകത്തുള്ളൂ. പിന്നെ കെട്ടിവെച്ച് എവിടെയും ഞാൻ പോകത്തുള്ളൂ. കുളി കഴിഞ്ഞാലും ശരി, അമ്പലത്തിൽ പോയാലും ശരി, എവിടെ പോയാലും ശരി, കെട്ടിവെച്ച് മാത്രമേ ഞാൻ പോകത്തുള്ളൂ. നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കേ. ഒരു കുഴപ്പവും നമ്മുടെ മുടിക്ക് വരത്തില്ല. മുടി വീണ്ടും വീണ്ടും വളർന്നുകൊണ്ടേ ഇരിക്കത്തുള്ളൂ. പക്ഷെ ഇങ്ങനൊക്കെ ചെയ്യണം വന്നു കഴിഞ്ഞു കേട്ടോ. അല്ലാണ്ട് ആ കെട്ടോടുകൂടി കിടക്കുകയൊന്നും ചെയ്യരുത്. അങ്ങനെ കിടന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ മുടിക്ക് സംരക്ഷണമൊന്നും കിട്ടത്തില്ലായിരിക്കും. അതെനിക്കറിയില്ല, ഞാൻ ചെയ്തിട്ടില്ല. ഞാനിങ്ങനെയാണ് കേട്ടോ. നന്നായിട്ട് തന്നെ ചെയ്യണം. ചെടയുണ്ട്, അതെല്ലാം കളയണം കേട്ടോ. യാത്ര കഴിഞ്ഞ് വരുമ്പം ചെട വരത്തില്ല, കാരണം ഇങ്ങനെ കെട്ടി വെച്ചോണ്ടല്ലേ പോകുന്നത്. അതുകൊണ്ട് ചെടയൊന്നും വരത്തില്ല. നല്ല മുടിയായിട്ട് തന്നെ വരും കേട്ടോ. പിന്നെ ശരിക്കും നിങ്ങൾ ഇതുപോലൊക്കെ ഒന്ന് ട്രൈ ചെയ്തേ. നിങ്ങളുടെ മുടി നല്ല പനങ്കൊല പോലെ വരും കേട്ടോ. അത് 100% ഉറപ്പാണ്. അമ്മ ഒന്ന് വെട്ടിക്കഴിഞ്ഞിട്ടും നോക്കിക്കോ നിങ്ങൾ, ഞാൻ പറയുന്ന സത്യമാണെന്ന്. ഇതിന്റെ രഹസ്യം എന്നാണെന്നറിയാം. അമ്മ ഒന്ന് വെട്ടിക്കഴിഞ്ഞിട്ടും വീണ്ടും ഇത്രയും കൂടെ വളർന്നിട്ടുണ്ട്. ഇത്രയും നീളം വെച്ചു. എന്നാ വെട്ടി കഴിഞ്ഞ ഇടയ്ക്കെങ്ങാണ്ടല്ലേ. പക്ഷെ ഓരോരുത്തരും യൂട്യൂബിലിടും എൻ്റെ മുടി 2 ദിവസം കൊണ്ട് മുടി വളരുന്ന കാണണമെന്ന് ചോദിച്ചാൽ പക്ഷെങ്കിൽ 2 ദിവസം കൊണ്ടൊന്നും ഒരിക്കലും മുടി വളരത്തില്ല. പക്ഷെ അന്ന് വെട്ടേണ്ടത് ഇത്രയും കൂടെ എനിക്ക് നീളം വെച്ചിട്ടുണ്ട്. അത് എത്ര ദിവസമാണെന്ന് എനിക്കറിയത്തില്ല. നിങ്ങൾക്ക് തന്നെ നോക്കുമ്പോൾ മനസ്സിലാവും. കണ്ട, നീളം വെച്ചേക്കുന്നുണ്ട ഇവിടുന്ന്. കണ്ട, കറക്റ്റ് സമത്തിന് വെട്ടിയിരുന്നാണ്. ഇപ്പം നീളം വെച്ചിട്ടുണ്ട്. അപ്പം ഇതൊക്കെയാണ് എൻ്റെ മുടിയുടെ സംരക്ഷണങ്ങൾ കേട്ടോ. ഇനി ഞാൻ അന്ന് എടുക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉണങ്ങി, ഒരുവിധം ഉണങ്ങി, ഇച്ചിരി കൂടെ ഉണങ്ങാനുണ്ട്. അതുകൊണ്ട് ഞാൻ ചുമ്മാ ഒന്ന് ജസ്റ്റ് പൊക്കി അങ്ങോട്ട് കെട്ടി അങ്ങ് വെക്കും. എന്നാലും അഴിച്ചിടുന്ന പരിപാടിയില്ല. എത്ര ഉണങ്ങിയില്ലേലും അഴിച്ചിടുന്ന പരിപാടിയില്ല. ഇതിങ്ങനെ അങ്ങോട്ട് നേരെ പൊക്കി അങ്ങോട്ട്, ഇപ്പൊ കെട്ടിയിരുന്നില്ലേ അതുപോലെ തന്നെ ഇങ്ങനെ അങ്ങോട്ട് വട്ടത്തിൽ തന്നെ കെട്ടി അങ്ങ് വെക്കും. ഇതുപോലൊക്കെ നിങ്ങളൊന്ന് സൂക്ഷിച്ച് നിങ്ങളുടെ മുടി നല്ല തിക്കായിട്ട് പനങ്കല പോലെ വളരുന്നതായിരിക്കും. ഉറപ്പാ ഞാൻ പറയുന്നത്. ഇതുപോലെ എല്ലാവരും ചെയ്യുമല്ലോ. പിന്നെ നാളെ നല്ലൊരു ഹെയർ ഡൈ കണ്ടുപിടിച്ചിട്ടുണ്ട്. നാളെ അത് നിങ്ങളെ കാണിക്കാം. അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഇത്രയൊക്കെ ഉള്ളൂ. ഇന്നത്തെ വീഡിയോയിലെ വിശേഷങ്ങൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. എല്ലാവരും എൻ്റെ ചാനലിനെ സപ്പോർട്ട് ചെയ്യണം. പുതിയൊരു വീഡിയോയുമായിട്ട് നമുക്ക് നാളെ തന്നെ കാണാം. ടാറ്റാ.